Next ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ ഒരു പരാബോള ഉണ്ട്, y square equal to 2x. y square equal to 2x. അതിന്റെ ഫോക്കസ് കണ്ടുപിടിക്കണം, വെർട്ടെക്സ് കണ്ടുപിടിക്കണം, ആക്സിസ് കണ്ടുപിടിക്കണം, ഡയറക്ട്രിക്സ് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ y square equal to 2x ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുലയായിട്ട് കൺവേർട്ട് ചെയ്യാം. y square equal to 4ax ആണ്. അപ്പം 2 എന്താ? 2 എന്ന് പറയുന്നത് 4a ആണ്. So 4a equal to 2. So a equal to 2/4 1/2 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോക്കസ് എന്താ? ഫോക്കസ് A0 ആണ്. A0 എന്ന് പറയുമ്പോൾ എക്ക് 1/2 ഇട്ട് കൊടുക്കുക, 0. 1/2 0. ഡയറക്ട്രിക്സ് എന്താ? ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x equal to -a ആണ്. ഡയറക്ട്രിക്സ് x equal to -a എന്താ? 1/2. അപ്പൊ x equal to -1/2. ആക്സിസ് എന്താ? ആക്സിസ് ഓഫ് എ പരാബോള എന്ന് പറയുന്നത് ഫോക്കസിൽ കൂടി പോകുന്ന ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിനെയാണ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആക്സിസ്. ഇത് ഏത് ആക്സിസ് ആണ്? ഇത് ഒറിജിൻ ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. അപ്പൊ ഇതിന് എക്സ് ആക്സിസ് എന്ന് പറയും. ആക്സിസ് ഓഫ് ദി പരാബോള ഈസ് എക്സ് ആക്സിസ്. വെർട്ടെക്സ് സ്റ്റാൻഡേർഡ് ഫോമിന്റെ വെർട്ടെക്സ് എപ്പോഴും 0 0 ആണ്. അപ്പൊ ഇത് 0 0 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇവിടെ 2-3 ചിത്രം ഇങ്ങനെയാണെങ്കിൽ y square equal to 4ax ആണ്. ചിത്രം ഇങ്ങനെയാണെങ്കിൽ y square equal to -4ax ആണ്. ഇവിടെ ഫോക്കസ് വരുന്നത് ഇവിടെയാണ്, വെർട്ടെക്സ് വരുന്നത് ഇതാണ്. വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാബോളയിലെ പോയിന്റ്സ് ആക്സിസും പരാബോളയും ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ആണിത്. ഇതാണ് ആക്സിസ്. ആക്സിസും പരാബോളയും ജോയിൻ ചെയ്യുന്ന ഈ ഒരു സിംഗിൾ പോയിന്റിനെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഫോമിൽ ഇത് 0 0 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ -a 0 ആയിരിക്കും. അപ്പോൾ ഫോക്കസ് -a 0 ആയിരിക്കും. ഡയറക്ട്രിക്സ് വരും. അപ്പോൾ ഇവിടുന്ന് ഈ വെർട്ടെക്സിന്റെ ഇപ്പുറത്ത് ഇതേ ഡിസ്റ്റൻസിൽ, ഇവിടേക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ അത്രയും ഡിസ്റ്റൻസ് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇതാണ്. സോ ഇതിന്റെ എക്സ് ഈക്വൽ ടു a. അപ്പൊ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു a. ഇനി പരാബോള ഇങ്ങനെ വരാം, മുകളിലേക്ക് ഓപ്പൺ ആയിട്ട്. അതിന്റെ ഇക്വേഷൻ x² equal to 4ay എന്നാണ്. അപ്പോൾ ഇതാണ് ഫോക്കസ്, ഇത് വെർട്ടെക്സ്, ഇത് ഈ ലൈന് ഡയറക്ട്രിക്സ്. അപ്പം ഇവിടുന്ന് a ഡിസ്റ്റൻസ് ഇങ്ങോട്ടാവുമ്പം ഫോക്കസ് 0a. ഫോക്കസ് 0a. ഈ ഡിസ്റ്റൻസ് a ആണെങ്കിൽ ഈ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y equal to -a ആണ്. ഇനി അടുത്ത 4ാമത്തെ ടൈപ്പ് പരാബോള താഴേക്ക് തുറന്നിട്ട് ഇതിന്റെ ഇക്വേഷൻ x² equal to -4ay എന്നാണ്. x² equal to -ay ആണെങ്കിൽ ഈ പോയിന്റ് ആണ് ഫോക്കസ്. ഫോക്കസ് 0 -a ആണ്. ഡയറക്ട്രിക്സ് ഈ ലൈനാണ്. ഈ ലൈനിന്റെ ഇക്വേഷൻ y is equal to +a. ഇങ്ങനെയാണ് ഇതിന്റെ വെർട്ടെക്സ് 0 0. ഇതിന്റെ ആക്സിസ് ഈ വെർട്ടെക്സും ഈ പരാബോളയും പരാബോള ആക്സിസിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ പോയിന്റ് ആണ് വെർട്ടെക്സ്. വെർട്ടെക്സിൽ കൂടി ഫോക്കസിൽ കൂടിയും വെർട്ടെക്സിൽ കൂടിയും പാസ് ചെയ്യുന്ന ലൈനാണ് ആക്സിസ്. അപ്പൊ ഇവിടെ ആക്സിസ് y ആക്സിസ് ആണ്, ഇവിടെയും ആക്സിസ് y ആക്സിസ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് പരാബോളന്റെ ഫോംസ്, സ്റ്റാൻഡേർഡ് ഫോംസ്. ഇനി ഈ ക്വസ്റ്റ്യനിലെ 2ാമത്തെ ഇവിടെ പാരാമെട്രിക് ഇക്വേഷൻ എന്താ വരിക? x equal to at². x equal to at². a എന്താ? 1/2. അപ്പം x equal to 1/2t², 1/2t². y is equal to 2at. That is equal to 2 into a 1/2 ആണ് into t. That is 2 & 2 കട്ട് ചെയ്താൽ t. അപ്പോൾ നമുക്കറിയാം ഈ പരാബോളയിൽ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോർഡിനേറ്റ്സ് 1/2t², t. xy എന്നുള്ളത് x ഇതും y ഇതും. അപ്പോൾ 1/2t², t ഇങ്ങനെയായിരിക്കും. ഇനി determine the equation of the chord
that joins distinct point P and Q on E. എന്ന് പറയുന്ന പരാബോള ഇയിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എ പി ക്യൂ രണ്ട് പോയിന്റ് എടുത്താൽ അതിന്റെ കോർഡിനേറ്റ്സ് ഹാഫ് ടി സ്ക്വയർ ടി ആയിരിക്കും. അതിൽ ടീന്റെ വാല്യൂ വേരി ചെയ്താൽ നമുക്ക് ഡിഫറെന്റ് പോയിന്റ്സ് കിട്ടും. അപ്പൊ ആദ്യത്തെ കിട്ടാൻ വേണ്ടി ഹാഫ് ടി വൺ സ്ക്വയർ ടി വൺ, രണ്ടാമത്തെ കിട്ടാൻ വേണ്ടി ഹാഫ് ടി ടു സ്ക്വയർ ടി, ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ആ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യുന്ന ലൈനാണ്. ആ രണ്ട് പോയിന്റ്സും ജോയിൻ ചെയ്യുന്ന ഈ ലൈനിനെയാണ് കോഡ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതാണ്, ഡിറ്റർമിൻ ദി ഇക്വേഷൻ. ഈ പി ക്യൂവിന്റെ ഇക്വേഷൻ കാണണം. അപ്പം പി ക്യൂവിന്റെ ഇക്വേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണാൻ അറിയാം. പോയിന്റ് സ്ലോപ്പ് ഫോം ഉപയോഗിച്ചാൽ മതി. അപ്പൊ അതിന് ആദ്യം തന്നെ വേണ്ടത് സ്ലോപ്പ് ആണ്. അപ്പൊ സ്ലോപ്പ് കാണാൻ നമുക്കറിയാം y2 - y1 by x2 - x1. അപ്പൊ ഇവിടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് വരും? t1 - t2 by half t1 square minus half t2 square, ഇങ്ങനെ വരും. താഴെ ഹാഫ് പുറത്തെടുത്താൽ അത് ഇങ്ങനെയാകും. ഇവിടെ t1 സ്ക്വയർ നോട്ട് ഈക്വൽ, നമ്മൾ രണ്ട് കേസ് ആയിട്ട് എടുക്കുന്നു. ഒരു കേസ് t1 സ്ക്വയർ നോട്ട് ഈക്വൽ ടു t2 സ്ക്വയർ. t1 സ്ക്വയർ നോട്ട് ഈക്വൽ ടു t2 സ്ക്വയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് m ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം t1 സ്ക്വയർ നോട്ട് ഈക്വൽ ടു t2 സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ 0 ആയിരിക്കും. അപ്പം സ്ലോപ്പ് ഉണ്ടാവില്ല, അതിന് സ്ലോപ്പ് അൺഡിഫൈൻഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ കേസ് t1 സ്ക്വയർ നോട്ട് ഈക്വൽ ടു t2 സ്ക്വയർ എടുക്കും. അപ്പൊ t1 സ്ക്വയർ നോട്ട് ഈക്വൽ ടു t2 സ്ക്വയർ എടുക്കുമ്പോൾ m ഇങ്ങനെ കിട്ടി. താഴെയുള്ള t1 സ്ക്വയർ മൈനസ് t2 സ്ക്വയറിനെ നമുക്ക് t1 - t2 ഇൻറ്റു t1 + t2 എന്ന് എഴുതാം. അപ്പൊ മുകളിലത്തെ t1 - t2 താഴത്തെ t1 - t2 ക്യാൻസൽ ആയിട്ട് ഈ താഴെയുള്ള 1/2 മുകളിലേക്ക് 2 ആയിട്ട് വരും. അപ്പൊ അത് 2/t1 + t2 എന്നാവും. നമുക്ക് സ്ലോപ്പ് കിട്ടി. സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പോയിന്റ് സ്ലോപ്പ് ഫോം എടുക്കുക. പോയിന്റ് സ്ലോപ്പ് ഫോമിൽ ഈ ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും ഈ ഒരു സ്ലോപ്പ് ആയിട്ടുള്ളതുമായ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? y - y1 എന്ന് പറയുന്നത് t1 ഈക്വൽ ടു m 2/t1 + t2 ഇൻറ്റു x - x1 എന്ന് പറഞ്ഞാൽ ഹാഫ് t1 സ്ക്വയർ, ഇങ്ങനെ കിട്ടും. ഞാൻ ഈ t1 + t2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇത് y ഇൻറ്റു t1 + t2 മൈനസ് y ഇൻറ്റു t1 പ്ലസ് y മൈനസ് t1, ഇങ്ങനെ വരും. y മൈനസ് t1 ഇൻറ്റു t1 + t2 ഈക്വൽ ടു 2x മൈനസ് 2 ഇൻറ്റു 1/2 ക്യാൻസൽ ആയി t1 സ്ക്വയർ, ഇങ്ങനെ വരും. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ y(t1 + y(t2) മൈനസ് t1 സ്ക്വയർ മൈനസ് t1 t2 ഈക്വൽ ടു 2x മൈനസ് t1 സ്ക്വയർ എന്ന് വരും. മൈനസ് t1 സ്ക്വയറും മൈനസ് t1 സ്ക്വയറും ക്യാൻസൽ ആയി. സോ ബാക്കി എന്തുണ്ടാവും? 2x y t1 + t2 y into t1 + t2 ഈക്വൽ ടു 2x + t1 t2, ഇങ്ങനെ കിട്ടും. y into t1 + t2 ഈക്വൽ ടു 2x + ഇങ്ങനെ കിട്ടും. t1 + t2 into y ഈക്വൽ ടു 2x + t1 t2. ഇനി t1 സ്ക്വയർ ഈക്വൽ ടു t2 സ്ക്വയർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? t1 സ്ക്വയർ നമ്മൾ നോട്ട് ഈക്വൽ ടു ആണ് കൺസിഡർ ചെയ്തത്. അപ്പൊ t1 സ്ക്വയർ ഈക്വൽ ടു t2 സ്ക്വയർ ആകുമ്പോൾ നമുക്കറിയാം t1 ഈക്വൽ ടു ± t2. പക്ഷേ ഈ പിയും ക്യൂവും ഡിഫറെന്റ് പോയിന്റ്സ് ആണ്. ഡിഫറെന്റ് പോയിന്റ്സ് ആകുമ്പോൾ ഈ t1ഉം ഈ t2ഉം ഈക്വൽ ആയാൽ സെയിം പോയിന്റ്സ് ആയി പോകും. അതുകൊണ്ട് t1 നോട്ട് ഈക്വൽ ടു t2 ആണ്. അപ്പൊ t1 ഈക്വൽ ടു ± t2 ആണ്. t1 നോട്ട് ഈക്വൽ ടു t2 ആണെങ്കിൽ t1 പിന്നെ എന്താകും? -t2 ആകും. t1 ഈക്വൽ ടു -t2 ആണെങ്കിൽ പി ക്യൂവിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? ഈ t1 സെക്കൻഡ് കോർഡിനേറ്റ് t1ഉം ഈ t2 എന്ന് പറയുന്നത് -t1 ആണെങ്കിൽ ഈ ലൈൻ എങ്ങനെയാ വരിക?
ലൈൻ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. അതായത് ഇവിടുത്തെ y കോർഡിനേറ്റ് T1, ഇവിടുത്തെ y കോർഡിനേറ്റ് -T1. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. അതായത് പി ക്യു ഈസ് പാരലൽ ടു y ആക്സിസ് ആണ്. പി ക്യു പാരലൽ ടു y ആക്സിസ് ആണെങ്കിൽ പി ക്യുവിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? പാരലൽ ലൈനിന്റെ ഇക്വേഷൻ x ഈക്വൽ ടു അതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ്. അതിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്താ? ഹാഫ് T1 സ്ക്വയർ. അപ്പം x ഈക്വൽ ടു ഹാഫ് T1 സ്ക്വയർ എന്ന് കിട്ടും. സോ ഈ കേസിലും എന്ത് തന്നെയാണ്? ഇതിന്റെ കോർഡിനേറ്റ്സ് അങ്ങനെയായിരുന്നു നമ്മൾ എടുത്തത്. ഇവിടെ ഉള്ളതല്ല കേട്ടോ. ഒരു മിനിറ്റ് കാണിച്ചു തരാം. ഇതായിരുന്നു കോർഡിനേറ്റ്സ്. അപ്പൊ ഇത് പാരലൽ ടു y ആക്സിസ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ x ഈക്വൽ ടു ഹാഫ് T1 സ്ക്വയർ എന്നാണ്. x ഈക്വൽ ടു ഹാഫ് T1 സ്ക്വയർ എന്നാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനും ഇതും സെയിം തന്നെയായിരിക്കും. കാരണം എന്താ? ഇതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ. അപ്പൊ അതില് T1 ഈക്വൽ ടു -T2 ആണെങ്കിൽ T1 പ്ലസ് T2 എന്താവും? T1 മൈനസ് T1 ആവും. അപ്പൊ ഇത് 0 ഇൻറ്റു y എന്ന് വരും. അപ്പൊ അവിടുന്ന് 2x പ്ലസ് T1 T2 ഈക്വൽ ടു 0 എന്നാവും. T2ന് നമ്മൾ കൊടുത്തത് -T1 എന്നാണ്. അപ്പം 2x മൈനസ് T1 സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. That is 2x equal to T1 square കിട്ടും. That is x equal to 1/2 T1 square കിട്ടും. അപ്പോൾ ഈ സാധനം തന്നെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും കിട്ടി. അപ്പോൾ T1 സ്ക്വയർ ഈക്വൽ ടു T2 സ്ക്വയർ ആണെങ്കിലും T1 സ്ക്വയർ നോട്ട് ഈക്വൽ ടു T2 സ്ക്വയർ ആണെങ്കിലും ഇതാണ് ആ കോഡിന്റെ ഇക്വേഷൻ. അപ്പോൾ കോഡിന്റെ ഇക്വേഷൻ ജനറൽ ആയിട്ട് നമുക്ക് എന്താ പറയാ? T1 plus T2 into y equal to 2x plus T1 T2. ഓക്കെ. അപ്പൊ നമ്മളെ എന്ത് കണ്ടുപിടിച്ചു? ദി ഇക്വേഷൻ ഓഫ് ദി കോഡ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദി കണ്ടീഷൻ ഓൺ T1 ആൻഡ് T2. T1ലും T2ലും ഉള്ള കണ്ടീഷൻ കണ്ടുപിടിക്കാൻ. എപ്പോ? സച്ച് ദാറ്റ് ദി കോഡ് പി ക്യു പാസസ് ത്രൂ ദി ഫോക്കസ് ഓഫ് ഇ. പരാബോളയുടെ ഫോക്കസിൽ കൂടി നമ്മളിപ്പം വരച്ച കോഡ് പാസ് ചെയ്യാനുള്ള കണ്ടീഷനാണ് കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമാണ്. എന്താണ് ഇക്വേഷൻ? y ഇൻറ്റു T1 പ്ലസ് T2 ഈക്വൽ ടു 2x പ്ലസ് T1 T2. ഇതാണ് കോഡിന്റെ ഇക്വേഷൻ. ഈ കോഡ് ഫോക്കസിൽ കൂടി കടന്നു പോകണം. ഫോക്കസ് എന്താണ്? ഫോക്കസ് A0 ആണ്. അതായത് 1/2 0 ആണ്. അപ്പോൾ ഇതിൽ കൂടി പാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഈ പോയിന്റ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ അർത്ഥം. അപ്പൊ 0 ഇൻറ്റു T1 പ്ലസ് T2 ഈക്വൽ ടു 2x 2 ഇൻറ്റു 1/2 പ്ലസ് T1 T2. ഇത് 0 വരും, ഇത് 1 വരും. അപ്പൊ T1 T2 ഈക്വൽ ടു 1നെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയാൽ -1. സോ ഇതാണ് കണ്ടീഷൻ. T1 T2 ഈക്വൽ ടു -1. സോ ഇങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ. അടുത്ത ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് y സ്ക്വയർ ഈക്വൽ ടു എക്സ്. y സ്ക്വയർ ഈക്വൽ ടു എക്സ് ആകുമ്പം y സ്ക്വയർ ഈക്വൽ ടു 4ax 4a ഈക്വൽ ടു 1 വരും. അപ്പോൾ a ഈക്വൽ ടു 1/4. അപ്പോൾ ഫോക്കസ് എവിടെ വരും? ഫോക്കസ് 1/4 0 വരും. ഡയറക്ട്രിക്സ് x ഈക്വൽ ടു -1/4 വരും. പാരാമെട്രിക് ഇക്വേഷൻ എടുത്താൽ x ഈക്വൽ ടു at സ്ക്വയർ. at സ്ക്വയർ എന്ന് പറയുമ്പോൾ a എന്താ? a 1/4. x equal to at square. a 1/4 t square. So y is equal to 2at. y square equal to x ആകുമ്പോൾ 4a equal to 1, a equal to 1/4. Okay. 2at 2 into 1/4 t. That is t/2 എന്ന് വരും. ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ അല്ല, എക്സ് ഈക്വൽ ടു 1/4 ടി സ്ക്വയറും വൈ ഈക്വൽ ടു t/2. അങ്ങനെയാണെങ്കിൽ ഫോക്കസ് ചെയ്ത് ഡയറക്ട്രിക്സ് ചെയ്ത് വെർട്ടെക്സ് 0 0, ആക്സ് എക്സ് ആക്സ്, ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു -1/4. ഡിറ്റർമിൻ ദി ഇക്വേഷൻ ഓഫ് ദി കോഡ് that joins distinct point P and Q on E with the parameters T1 and T2 respectively.
ഇക്വേഷൻ ഓഫ് ദി കോഡ് കാണാനാണ് പറയുന്നത്. അപ്പോൾ കോഡിൻ്റെ ഇക്വേഷൻ 1/AT² 2AT 1/2T. ഇതാണ് ഒരു പി. 1/4T², 1/2T2. ഇത് രണ്ടാമത്തെ. ഇത് പി, ഇത് ക്യൂവ്. അങ്ങനെയാണെങ്കിൽ ഇത് ജോയിൻ ചെയ്യുന്ന കോഡിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചത്. കോഡിൻ്റെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ y മൈനസ് y1 ഹാഫ് T1 ഈക്വൽ ടു y2 മൈനസ് y1. ഞാൻ സ്ലോപ്പൊക്കെ ഒരുമിച്ച് കാണുന്നു. ഹാഫ് T1 മൈനസ് ഹാഫ് T2 y2 മൈനസ് y1 ബൈ x2 മൈനസ് T1² മൈനസ് T2² ഇൻറ്റു x മൈനസ് x1 1/4 T1². ഇത് ചെയ്താൽ y മൈനസ് 1/2 T1 ഈക്വൽ ടു 1/2 പുറത്തെടുത്തു. അപ്പോൾ T1 മൈനസ് T2, താഴെയുള്ള T1 മൈനസ് T2 ക്യാൻസലായി. ഈ 1/4 മുകളിലേക്ക് വരുമ്പോൾ 4 ആകും. അപ്പോൾ 4/2 2 വരും. അപ്പം 2/T1 പ്ലസ് T2 ഇൻറ്റു എക്സ് മൈനസ് 1/4 T1² ഇങ്ങനെ വരും. സോ T1 പ്ലസ് T2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ T1 പ്ലസ് T2 T1 plus T2 y minus half T1 into T1 plus T2 is equal to 2x minus T1² by 2. That is T1 plus T2 into y minus half T1² minus half T1 T2 equal to 2x minus. ഇതിൽ half T1² ക്യാൻസലായി. ബാക്കി എന്ത് വരും? T1 plus T2 y equal to 2x plus half T1 T2. So ഇതാണ് ഇക്വേഷൻ. Last, determine the condition on T1 and T2 so that the focus of E is the midpoint of the code PQ. Determine the condition on T1 and T2 such that focus of E എന്ന് പറയുന്നത് midpoint of code PQ. midpoint of code PQ ആണെന്നാണ് കാണേണ്ടത്. ഇത് ഇക്വേഷൻ കിട്ടി. ഇനി ഫോക്കസ് മിഡ് പോയിന്റ് ആണെന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഫോക്കസ് മിഡ് പോയിന്റ് ആണെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് മിഡ് പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്. ഞാനിത് കുറേ ഉണ്ട്, വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്. ഞാൻ ചെയ്തിട്ട് ഗ്രൂപ്പിലിടാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ.